ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രമീഷ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് ഫാമിലിയിൽ വീഡ് സ്റ്റിച്ച് വരെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലേസി ഡേസിയിൽ വരുന്ന കുറച്ച് പാറ്റേൺസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കുറച്ച് റൗണ്ട്സ് വരച്ചെടുക്കണം കേട്ടോ. റൗണ്ട്സിനകത്ത് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുക, പിന്നെ ഇൻറ്റു ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ സെൻറ്ററിലോട്ട് സൂചി പൊക്കിയെടുത്തിട്ട് ഇത് സെൻറ്ററിൽ വെച്ചിട്ട് സൈഡിലോട്ടായിട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിനിൻ്റെ പുറത്ത് കുത്തിയിട്ട് നമ്മൾ സെൻറ്ററിലോട്ട് തന്നെ വരിക. പിന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ വരച്ച ഓരോ ലൈൻസിലോട്ട് നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് എളുപ്പമാണ്. ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ പുറത്ത് കുത്തിയിട്ട് വീണ്ടും നമ്മൾ സെൻറ്ററിലോട്ട് വരിക. അങ്ങനെ ഓരോ ലൈൻസിലോട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും സെൻറ്ററിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ പാറ്റേൺ 1 ചെയ്ത് കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ? നമുക്ക് ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ലേസി ഡേസി വെച്ചിട്ട് ഫ്ലോറൽ ഡിസൈൻസ് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ അത് മാത്രമല്ല, ഇച്ചിരി മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയിൻ സ്റ്റിച്ചോ ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഫ്ലവർ തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓരോ പെറ്റൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് ഫ്ലവർ ചെയ്യാം, അതുപോലെ ലീഫും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് അടുത്ത പാറ്റേൺ ചെയ്യാം. അതിന് നമ്മളിപ്പോൾ ഇത് ചെയ്തത് സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ കുത്തിയെടുത്തിട്ടാണ്. ഇത് നമ്മൾ പുറത്ത് കുത്തിയെടുക്കുക. ഇത് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. കാരണം ഇതിനെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു പോയിൻ്റ് സെൻറ്ററിലേക്കാണ് വരുന്നത് അല്ലേ. പെറ്റൽ ഇങ്ങനെ പെറ്റലിൻ്റെ ഷേപ്പ് പുറത്ത് പോയിൻ്റ് സെൻറ്ററിലേക്കാണ് വരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതായത് പോയിൻ്റ് വരുന്നത് പുറത്തേക്കായിരിക്കും, പെറ്റൽ വരുന്നത് സെൻറ്ററിലോട്ടും. അപ്പോൾ നമ്മളത് ഈ പുറത്ത് നമ്മൾ കുത്തിയെടുത്തിട്ട് ഇതവിടെ വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവും ഇത്. ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ആ പെറ്റലിൻ്റെ ഷേപ്പ് പിന്നെ നമ്മൾ ഇത് ഇവിടെ പുറത്ത് കുത്തിയിട്ട് നമ്മൾ ഇവിടോട്ട് തന്നെ കൊണ്ടുവരണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെറ്റലിട്ട് കൊടുക്കുമ്പോൾ ആ പോയിൻ്റ് പുറത്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ കണ്ടില്ലേ? ഇതുപോലെ ഇവിടെ നമ്മൾ പുറത്ത് കുത്തിയിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ലൈൻസിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം യൂസ് ചെയ്യാത്തത്. ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് വരും. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഫ്രെയിമൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഡിസൈൻ ചെയ്യുന്ന ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ലേസി ഡേസി പാറ്റേൺ 1ഉം 2ഉം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ട്വിസ്റ്റഡ് ലേസി ഡേസിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ റൗണ്ട്സ് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ പുറത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്വിസ്റ്റഡ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ, ട്വിസ്റ്റഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ കുത്തിയതിൻ്റെ കുറച്ച് ഇങ്ങനെ അത്ര ഒരു സൈഡിൽ നിന്ന് മാറ്റി കുത്തിയിട്ട് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇതാ ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഈ ത്രെഡ്. ഓക്കെ, ഇതാ അപ്പോൾ കണ്ടില്ലേ? ഇതാ ഇതിൻ്റെ എൻഡിലോട്ട് നോക്കിയാൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമ്മളിവിടെ ഒന്ന് സെൻറ്ററിൽ നിന്ന് പുറത്തോട്ട് വരിക. അതിൻ്റെ ആ ടെയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വരും കേട്ടോ. നമ്മളൊന്ന് ഒരു സൈഡിലോട്ട്, അതായത് ഇവിടെ തന്നെ നമ്മൾ കുത്തരുത്, അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ
കുത്തിയെടുക്കുമ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉള്ള ഈ ത്രെഡ് ഇങ്ങനെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ ടെയിൽ അപ്പോൾ ഒന്നിങ്ങനെ തിരിഞ്ഞു വരും. പിന്നെ ഇതുപോലെ പുറത്തുനിന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഇവിടോട്ട് വരിക. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിലോട്ടൊന്ന് കുത്തിയിട്ട് ചെയിൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ചെയിൻ വരും, കണ്ടില്ലേ? അപ്പം അതങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. കാരണം ഇതിപ്പോൾ ത്രൂ ഔട്ട് ക്ലാസ് തന്നെ ആയതുകൊണ്ട് എനിക്കും ബോറടിക്കാതിരിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്വിസ്റ്റഡ് ലേസി ഡേസി ചെയ്ത് കഴിഞ്ഞു. ഇതോ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡ്രസ്സിലേക്കൊക്കെ ചെയ്യുമ്പം ചെറിയ റൗണ്ട് വരച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് കൂടുതൽ കാണാനും ഭംഗിയുണ്ടാവുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ വലിയ റൗണ്ടിൽ ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ സെൻറ്ററിലും പുറത്തൊക്കെ കുത്തിയെടുക്കുന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചെറിയ റൗണ്ടായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് ഡബിൾ ലേസി ഡേസി ചെയ്യാം. ഡബിൾ ലേസി ഡേസി എന്ന് പറയുമ്പോൾ തന്നെ ഇത് അങ്ങനെ സെൻറ്ററിലെടുക്കുക. നമുക്കറിയാം 2 ലെയർ തന്നെ പെറ്റിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ ലേസി ഡേസി എന്ന് പറയുന്നത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഒരേ കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ചെയിന് ഇട്ട് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ പുറത്ത് കുത്തിയിട്ട് നമ്മൾ ഇവിടോട്ട് തന്നെ വരിക. ഓക്കെ, ദെൻ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ഇതാ കുറച്ചും കൂടെ പുറത്തോട്ട് കുറച്ചൊന്ന് മാറ്റി കുത്തിയെടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആ പെറ്റൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഡബിളായിട്ടിങ്ങനെ ഇങ്ങനെ ഡബിളായിട്ട് പെറ്റൽ വരും. അപ്പോൾ ഇത് നമ്മൾ കാണാൻ അത് ചെയ്തത് അറിയില്ല, കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റ ലെയർ നമ്മൾ ആദ്യത്തെ ലേസി ഡേസി ചെയ്തില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ഇപ്പോൾ ഈ ചെയ്ത പോലെ നമുക്ക് അത് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ ലേസി ഡേസി ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ പെറ്റലിട്ട് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് സെൻറ്ററിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ, അതായത് ഓരോ പെറ്റലിനും പുറമേ വേറൊരു പെറ്റലൂടെ ഇട്ട് കൊടുക്കുകയല്ലേ, കൈകൊണ്ട് ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് കുറച്ച് തൊട്ട് മുന്നിലേക്കായിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ പുറത്തൊരു പെറ്റലൂടെ അങ്ങനെ വരും. എന്നിട്ട് നമ്മൾ പിന്നെ നേരത്തെയൊക്കെ ചെയ്തില്ലേ അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. എന്താ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോ പെറ്റലിൻ്റെയും പുറത്തൂടെ ഒരു പെറ്റലൂടെ ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം മൊത്തം ഇങ്ങനെ 2 പെറ്റലായിട്ട് ചെയ്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡബിൾ ലേസി ഡേസി ചെയ്ത് കഴിഞ്ഞു. ഇതോ കണ്ടില്ലേ? ഇത് പെറ്റിൽ കുറച്ച് ചെറുതായതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. ഇതൊക്കെ അതുപോലെ ചെയ്താൽ നമ്മൾ ഇതൊക്കെ കുറച്ച് വലുതായി, അപ്പം കുറച്ച് ചെറുതായിട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ലോങ് ടെയിൽഡ് ലേസി ഡേസി ചെയ്യാം. അപ്പോൾ അതിനിങ്ങനെ റൗണ്ട്സ് ഇട്ട് കൊടുക്കുക. ഓരോന്നിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പേര് പോലെ തന്നെയാണ് അത് വരുന്നത്. ലോങ് ടെയിൽഡ് എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ വരും, എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു ടെയിൽ പോലെ ഒരു നീണ്ട ലൈൻ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചെയിൻ ചെയ്യുക, എന്നിട്ട് അതിന് പുറത്തേക്ക് നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കില്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് ലെങ്തി ആയിട്ട് ഇങ്ങോട്ട് തന്നെ എടുക്കുക, കുറച്ചൊന്ന് ലെങ്തി ആയിട്ട് കുത്തിയെടുക്കുക. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ടെയിൽ വരും, അത്രയേ ഉള്ളൂ. അതാണ് ലോങ് ടെയിൽ ലേസി ഡേസി. ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക, എളുപ്പമല്ലേ? ഓക്കെ, കണ്ടില്ലേ? എന്നിട്ട് നെക്സ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ദ ലാസ്റ്റ് വൺ ലേസി ഡേസി വിത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതാ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഒരു ചെയിൻ ചെയ്യുക, എന്നിട്ട് അതിനകത്തൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ അത് പറയുന്ന പോലെ തന്നെ പുറത്ത് വന്നിട്ട് ഇവിടോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത്, അതായത് നമ്മളൊരു ഫില്ല് ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഇങ്ങനെ ഉള്ളിലായിട്ട് കേട്ടോ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഒരു ഫില്ലിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ അതുപോലെ ഇങ്ങനെ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു സ്റ്റിച്ചിൻ്റെ പേരും അത് ചെയ്യുന്ന രീതിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഓർത്ത് വയ്ക്കാനും ചെയ്യാനും ഒക്കെ എളുപ്പമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ അതിനകത്ത് തന്നെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ അത് അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ കോൺട്രാസ്റ്റ് കളേഴ്സ്, അതായത് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഇപ്പം എംബ്രോയ്ഡറിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കളർ കോമ്പിനേഷൻസൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ, ഡ്രസ്സിലേക്കൊക്കെ ചെയ്യുമ്പം പുതിയ പുതിയ കളർ കോമ്പിനേഷൻസൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്കിപ്പം ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കണം. അല്ലാതെ ചുമ്മാ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫാഷൻ തിയറി തുടങ്ങാം. അപ്പം ഈ ക്ലാസ് ഇത്രയും മതി. ഇനി ഫാഷൻ തിയറിയും ഒരു 3-4 ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.